എയർ ഇന്ത്യ എയർക്രാഫ്റ്റ് ഡ്രീം ലൈനർ 787. അപ്പോൾ അതിൻ്റെ ക്രാഷ് നിങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് വന്നു. അതായത് അത് മാൻഡേറ്ററി ആണ്. ഒരു ക്രാഷ് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പ്രിലിമിനറി റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പേരിലാണ് പെട്ടെന്ന് അതിൻ്റെ 15 പേജ് റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പം ഇതിനെപ്പറ്റിയുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ ചില ഏവിയേഷൻ എക്സ്പേർട്ടുകളെയും എയർ ഇന്ത്യയിൽ ഈ പറയുന്ന സുമിത് സബർവാളിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പൈലറ്റ്സ്, അത് നാവിഗേറ്റേഴ്സ്, അവരുമായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ പല എയർ ഇന്ത്യയുടെയും അതേപോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന എക്സ്പേർട്ടുകളായിട്ട് സംസാരിച്ചു, ഏവിയേഷൻ എക്സ്പേർട്ടുകൾ. അപ്പോൾ അവരെല്ലാം പറഞ്ഞനുസരിച്ചാണ് ഈ വീഡിയോയുടെ കണ്ടന്റ് തയ്യാറാക്കുന്നത്. ഇതിനകത്ത് ആരെയും അക്യൂസും ചെയ്യുന്നില്ല, ആർക്കും ക്ലെയിം ചിട്ടും കൊടുക്കുന്നില്ല. ഇതിനകത്ത് ഈ 15 പേജ് റിപ്പോർട്ടിനകത്ത് ഒരു കാര്യം സ്പഷ്ടമായിട്ട് തെളിയുകയാണ്. അതായത് ഫ്ലൈറ്റിൻ്റെ 2 എഞ്ചിനും ഫെയിലിയർ അല്ല. കാരണം അവിടെ ഇരിക്കുന്ന പൈലറ്റ്, അതായത് സീനിയർ പൈലറ്റ് എന്ന് പറയുന്നത് സുമിത് സബർവാൾ എന്ന് പറയുന്ന ആൾക്ക് ഏകദേശം 56 മുതൽ 57 വയസ്സുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പുറത്തിരിക്കുന്ന ക്ലൈവ് കുണ്ടൂർ, അദ്ദേഹം മംഗലാപുരം സ്വദേശിയാണ്. അയാൾക്ക് ഏകദേശം 32 വയസ്സ്. അതായത് എയർ ഇന്ത്യയിലെ ഏറ്റവും വെറ്ററനും സീനിയറുമായിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് ഈ പറയുന്ന സുമിത് സബർവാൾ എന്ന് പറയുന്ന സീനിയർ പൈലറ്റ്. വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ പറയുന്ന കോ പൈലറ്റിന് എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷേ ഈ ഫ്ലൈറ്റ് എയർബോൺ, അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന അതിൻ്റെ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ ഈ മെയിൻ പൈലറ്റ് ഇദ്ദേഹത്തിന് കൊടുത്തു. അതായത് കോ പൈലറ്റായ ക്ലൈവ് കുണ്ടൂറിന് കൊടുത്തിട്ട് ഇദ്ദേഹം അത് ഒബ്സർവേഷനിലായിരുന്നു. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യുന്നു, അത് പോകുന്നു, അത് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോ പൈലറ്റാണിത് ഫ്ലൈ ചെയ്യുന്നത്, അത് എയർബോൺ ചെയ്യുന്നത്. അദ്ദേഹത്തിന് 2 കൈകളും ഈ പറയുന്ന ഇങ്ങനെ, നിങ്ങൾക്കറിയാവില്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാം. വേറെ അദ്ദേഹം മറ്റേ പൈലറ്റ് എവിടെയും ടച്ച് പോലും ചെയ്യത്തില്ല. അദ്ദേഹം കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇയാൾ കയറി ഇടപെടും. അപ്പം അതിനകത്ത് 32 സെക്കൻഡ് കഴിയുമ്പോൾ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുന്നു. ഇതാണ് സംഭവം. അടുത്തൊരു പോയിന്റിലോട്ട് ഇപ്പം നമ്മൾക്ക് എയർക്രാഫ്റ്റിൽ കയറുമ്പോൾ എൻ്റെ തിരിക്കാൻ നേരത്ത് നമ്മൾ കണ്ടു കാണും ഈ ടെക്നിക്കൽ ക്രൂസ് വന്നിട്ട് അവർ വന്നിട്ട് കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് നോക്കും. അത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യും. അതിന് ശേഷം അവർ ഗ്രീനായിട്ട് കൊടുത്ത ശേഷം ഈ പൈലറ്റുമാറിൻ്റെ സിഗ്നേച്ചർ എടുത്ത ശേഷമാണ് ടെക്നിക്കൽ ക്രൂ സാങ്ഷൻ കൊടുക്കുന്നത്, അതായത് അപ്രൂവ് ചെയ്യുന്ന ഫ്ലൈ ചെയ്യും. അതായത് മുഴുവനും A to Z നോക്കിയ ശേഷം. അതുകൊണ്ടാണ് സബോട്ടാജ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. അതിനെപ്പറ്റി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടുത്തെ അതായത് ബ്ലാക്ക് ബോക്സുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്, അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ അത് FDR ഉണ്ട്. അപ്പം 2 പൈലറ്റുമാരും ഈ ടേക്ക് ഓഫിൻ്റെ സമയത്ത് അവർ ഈ എയർഫോൺ വെച്ചിരിക്കുക. അതിൻ്റെ കംപ്ലീറ്റ് കോൺവെർസേഷൻ റെക്കോർഡാണ്. അത് ATRലൊക്കെ കിട്ടും. അത് റെക്കോർഡാണ്, അത് എയർപോർട്ടിൽ കിട്ടും. അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ പുറത്ത് വരാൻ പോകുന്നേ ഉള്ളൂ. കാരണം എന്താണ് ഇവർ കോൺവെർസേഷൻ നടത്തിയത്, ആ പാർട്ടുകൾ മുഴുവൻ അതിൻ്റെ അകത്ത് വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ മറ്റുള്ള പല എക്സ്പേർട്ടുകളോടും എയർ ഇന്ത്യ ഈ പറയുന്ന സുമിത് സബർവാളിനോടും അദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന പൈലറ്റുമാരോടും അതേപോലെ തന്നെ ക്ലൈവ് കുണ്ടൽ അയാളെ അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, അവരുടെ ഒരു അഭിപ്രായം, ഇത് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ് കട്ട് ഓഫ് ചെയ്തിരിക്കുന്നത്. അതായത് കട്ട് ഓഫ് എന്ന് നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്താൽ പോകത്തില്ല. ഇത് ഓട്ടോമാറ്റിക് അല്ല, ഇത് ഇലക്ട്രിക്കൽ അല്ല, ഇത് കൈ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. അതായത് നല്ല ബലം കൊടുത്ത് തന്നെ ഈ ഇഞ്ചൻ, അതായത് ഇഞ്ചനിലോട്ടുള്ള ഫ്യുവലിൻ്റെ അത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ അമർത്തിയിട്ട് താപ്പോട്ടാക്കുക, അതിൽ ഇങ്ങനെ അമർത്തിയിട്ട് മേപ്പോട്ടാക്കുക.
അത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അതായത് രണ്ടും ഒരുമിച്ച് ഒരു കൈ കൊണ്ട് നല്ല അമർത്തി ചെയ്യാൻ പറ്റും, ഓരോന്ന് മാറ്റി ചെയ്യാനും പറ്റും. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് പിന്നീട് നിങ്ങൾ നോക്കുവാണെങ്കിൽ, ഞാനൊരു ഏവിയേഷൻ എക്സ്പേർട്ടുണ്ട്, മോഹൻ രംഗനാഥൻ, അദ്ദേഹത്തോടും ചെയ്തിരുന്നു. ഇത് ഡെലിബറേറ്റ് ആയിട്ടാണ് ഇത് ഓഫ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ മറ്റൊരു സംഭവമല്ല സംഭവിച്ചത്. കട്ട് ഓഫ് ഡെലിബറേറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇതിനകത്ത് ഞാനീ പറയുന്ന ഈ രണ്ടാമത്തെ എൻ്റെ ഈ വീഡിയോയുടെ പോർഷൻ എന്ന് പറയുന്നത് ബോയിങ്ങിനെ പറ്റിയാണ്. കാരണം അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ ഇന്ത്യക്കാരാണ്, നമ്മുടെ ഇന്ത്യൻ എയർക്രാഫ്റ്റാണ് ഇത് പോയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരാൾക്ക് പോലും ഒരു രീതിയിലുള്ള ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിലുള്ള അന്വേഷണം. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഈ കാര്യത്തിൽ മോദിയോടാണ്. കാരണം ബോയിങ് പറഞ്ഞു ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് ഞങ്ങൾക്ക് അവർ പോയി അന്വേഷിച്ചോളാം. മോദി ഗവൺമെൻറ്റാണ് പറഞ്ഞത് പറ്റില്ല, ഇന്ത്യയിൽ തന്നെ വേണം, ഇന്ത്യയിലായിരിക്കും അതിൻ്റെ അന്വേഷണം നടക്കുന്നത്. നല്ലൊരു തീരുമാനമാണ്. കാരണം ഇന്ത്യയിലാണ് അന്വേഷണം നടക്കേണ്ടത്, അല്ലാതെ അവിടെ കൊണ്ടുപോയത് മാറ്റി മറിച്ച് വേറെ രീതിയിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് പോയിരിക്കുന്നത്, ഇന്ത്യയുടെ യാത്രക്കാരാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആണെങ്കിലും പോർച്ചുഗൽ സിറ്റിസൺ, ഇവരൊക്കെ ഇന്ത്യൻ ഒറിജിനാണ്. അതുകൊണ്ട് ഇന്ത്യയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ടത്, തറവായിട്ട്. ഒരാൾക്ക് പോലും ഒരു എക്സംഷനും കൊടുക്കരുത്, എല്ലാവരും പൂർണ്ണമായിട്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം പറയുന്ന സംഭവം, ഈ പൈലറ്റുമാരിൽ ഈ സുമിത് സബർവാൾ, ഇദ്ദേഹം മെഡിക്കൽ ലീവിലായിരുന്നു എന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്കറിയാം, എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയും, എന്നെ ഡോക്ടറിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫൊന്നും അത്ര ശരിയല്ല. അപ്പം അറിയാൻ സാധിക്കുന്നത് ഈ സീനിയർ പൈലറ്റുമാരും മറ്റുള്ളവർക്കൊക്കെ അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരത് ഈ ഫ്ലൈയിങ് ഏവിയേഷൻ, അതായത് ഈ പറയുന്ന കമ്പനിയുടെ അവരുടെ മെഡിക്കൽ ബോർഡിനോട് പറയാറില്ല പലരും. അതൊരു വലിയ സത്യം. കാരണം മറ്റ് പല ഏവിയേഷൻ എക്സ്പേർട്ടുകളും പറഞ്ഞു, അവിടെ വർക്ക് ചെയ്തവർ പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, കോഴിക്കോട് എയർ ഇന്ത്യയുടെ ക്രാഷ് ഉണ്ടായ സമയത്ത് അതിൻ്റെ അകത്ത് സീനിയർ പൈലറ്റിന്, അപ്പോൾ അദ്ദേഹം ബേസിക്കലി പ്രായമുള്ള ആളാണ്, നേരത്തെ എയർഫോഴ്സിലായിരുന്നു, പിന്നീട് അദ്ദേഹം ജോയിൻ ചെയ്തതാണ്. അപ്പം അദ്ദേഹത്തിന് അതിഭയങ്കരമായ ക്രോണിക് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ ഡയബറ്റിക്സ് ഉണ്ടെങ്കിലും ചില ഗുളികകൾ കഴിക്കുന്നവരെ അവർ ഗ്രൗണ്ട് ചെയ്തതായി. പക്ഷേ ഈ പറയുന്ന ഈ ബോർഡ്, അതായത് അവരുടെ മെഡിക്കൽ ബോർഡുമായി ബന്ധപ്പെട്ട ഇയാൾക്ക് ഇത്രമാത്രം ഈ ഇന്ന ടാബ്ലറ്റ്സുകളാണ് അദ്ദേഹം കഴിക്കുന്നതെന്ന കാര്യം ഈ പറയുന്ന എയർ ഇന്ത്യ ബോർഡിനോട് അന്ന്, അത് ട്രിവാൻഡ്രം കോഴിക്കോട് ഇരുന്ന ക്രാഷ് സമയത്ത് ഇയാൾ പറഞ്ഞിട്ടില്ല. കാരണം അതുകൊണ്ട് ഇയാളുടെ ഡയബറ്റിക് ഷുഗർ ഡൗൺ ആകാനാണ് സാധ്യത. അതിൻ്റെ പേരിലാണ് ആ റിപ്പോർട്ട് വന്നത്. കാരണം കോ പൈലറ്റ് ഇയാളെ തട്ടി വിളിക്കുമ്പോൾ ഇയാൾ ഷുഗർ അങ്ങ് ഡൗൺ ആയി. കാരണം ഇയാൾ പലപ്പോഴും ഇയാൾക്ക് സർവീസ് ചെയ്തിരുന്ന മറ്റേ ക്യാബിൻ ക്രൂ മറ്റുള്ളവരൊക്കെ പറയുന്നത്, ഇയാൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴേ ഇയാൾക്ക് നിർബന്ധമാണ് ഇയാൾക്ക് ആഹാരം കൊടുത്തിരിക്കണം. കാരണം ഇയാളുടെ ഡയബറ്റിക്സ് ഡൗൺ ആവും. അത് പല ആവർത്തി ഇതിൻ്റെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അവരത് ആ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം അയാളുടെ അസുഖമായിരുന്നു അവിടെ ക്രാഷ് ഉണ്ടാകാനുണ്ടായ കാരണം. അത് പ്രൂവ് ചെയ്ത കാര്യമാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന ഇതിനകത്ത് കൈ ചൂണ്ടുന്നത് ഈ സുമിത് സബർവാളിനോടാണ്. അപ്പം അതിനെപ്പറ്റിയുള്ള, അതുകൊണ്ടാണ് അതിനെപ്പറ്റി പോലീസ് ഇൻവോൾവ് ചെയ്ത് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തിയത്. കാരണം റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും. കാരണം ഇവരുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, ഇവരുടെ ഫാമിലി ഹിസ്റ്ററി എന്താണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ പോലീസിനെ, ഒരു സീനിയർ IPS ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം നടക്കുന്നത്. അപ്പം അതിനെപ്പറ്റിയുള്ള ഫർദറായിട്ട് നോക്കാം എന്താണ് വരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിനകത്ത് വിരൽ ചൂണ്ടിയിരിക്കുന്നത്, അതായത് പൈലറ്റ്സിനുണ്ടായ അവർ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാണ്. അതിനെപ്പറ്റി ഫർദർ പിന്നെ പറയാം. ഇനി നമുക്ക് ബോയിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരാം. ബോയിങ് എന്ന് പറയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്, അമേരിക്കയുടേതാണ് സിയാറ്റിൽ. ഞാൻ ഈ കമ്പനിയിൽ അവരുടെ മ്യൂസിയത്തിൽ സിയാറ്റിൽ പോയി കണ്ടിട്ടുണ്ട്. ഇവിടെ പറയാൻ പോകുന്നൊരു പോയിന്റ് ഉണ്ട്. ഈ ബോയിങ് എന്ന് പറഞ്ഞ കമ്പനി ശരിക്കും കള്ളം പറയുന്നവരാണ്.
അവരെ പല കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒന്നാമത്തെ ഒരു തെളിവ് ഞാൻ പറയും. ഇപ്പം ബോയിങ്ങിൻ്റെ 737 മാക്സ് നിങ്ങൾ കൊണ്ട് മറ്റേ എയർബസിൻ്റെ 320 എതിരെ കൊണ്ടുവന്നാണ് ഈ പറയുന്ന എയർക്രാഫ്റ്റ് 321 അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എയർക്രാഫ്റ്റ് കൊണ്ടുവരുന്നത്. ഒരു ഇന്തോനേഷ്യയുടെ ലയൺ എയർവേസ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിൻ ഓഫ് ആകുന്നു, ക്രാഷ് ആവുന്നു. എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഇതേപോലെ മാക്സ് അത് ഫ്ലൈ ചെയ്യുന്നു, മിഡേറി വെച്ച് ഇഞ്ചിൻ നിൽക്കുന്നു, അത് ഗ്രാജുവലി അത് ക്രാഷ് ആകുന്നു. ഈ 2 ക്രാഷും കഴിഞ്ഞപ്പോൾ വെസ്റ്റേൺ മീഡിയയും ബോയിങ്ങും അവരോട് താല്പര്യമുള്ള മീഡിയ, അമേരിക്കൻ മീഡിയ ഒക്കെ പറഞ്ഞത് ഇന്തോനേഷ്യൻ ഫ്ലൈ ചെയ്തിരുന്നത് ഒരു ഇന്ത്യക്കാരനായിരുന്നു, ഇന്ത്യൻ ഒറിജിനായിരുന്നു. അതേപോലെ തന്നെ എത്യോപ്യൻ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ആഫ്രിക്കൻസാണ്. അത് ഇന്ത്യക്കാരനോ ആഫ്രിക്കക്കാരനോ ഫ്ലൈ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് എത്യോപ്യൻ ഗവൺമെൻറ് ഇതിനെപ്പറ്റി തറവായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ആ സമയത്ത് ബോയിങ് ഇവരുടെ ബ്ലാക്ക് ബോക്സ് അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴൊന്നും സമ്മതിച്ചില്ല. അവരവിടെ നിന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവസാനം ഈ ബ്ലാക്ക് ബോക്സിൻ്റെ അകത്തുള്ള റെക്കോർഡിങ്, അതിനകത്ത് ഈ പൈലറ്റും കോ പൈലറ്റും ഇത് എങ്ങനെ ഇത് പ്രശ്നം അതിനെപ്പറ്റി മുഴുവനും സംസാരിക്കുന്നു. പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ നോക്കണം, ഓഫായിപ്പോയി. ഉണ്ടായ സംഭവമാണ് ഈ പറയുന്നത്. പിന്നീട് ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ചൈന എന്ത് ചെയ്തു, ഇത് പെട്ടെന്ന് ഗ്രൗണ്ട് ചെയ്തു, അതായത് മാക്സ് ബോയിങ്. അതിനുശേഷം ബോയിങ്ങിന് പിടികിട്ടി കാര്യം പന്തിയല്ല എന്ന് അവർ പെട്ടെന്ന് മറ്റുള്ള രാജ്യങ്ങളോടും, അതായത് ഇന്ത്യയിൽ ആ സമയത്ത് ഈ ബോയിങ്ങിൻ്റെ മാക്സ് 737 ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്പൈസ് എയർവേസ് ആയിരുന്നു. ഏറ്റവും ഇപ്പോഴ് അക്കാസ അവർ ഫ്ലൈ ചെയ്യുന്ന ഈ മാക്സ് വെച്ചാണ്. പെട്ടെന്ന് ഇതെല്ലാം ലാൻഡ് ചെയ്യുന്നു. അക്കാസ എന്ന് വന്നിട്ടില്ല ആ സമയത്ത്. എന്നിട്ട് ഇതിനെപ്പറ്റി മുഴുവനും തറവിലി സ്റ്റഡി ചെയ്ത് ഇതിനൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് ബോയിങ് പറഞ്ഞ ശേഷമാണ് വീണ്ടും ഇത് ഫ്ലൈ ചെയ്യാന്ന് പറയുന്നത്. അതായത് ബോയിങ് കമ്പനിയെ പോലും ഈ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം അവരുടെ കച്ചവടവും ബിസിനസ്സും ഒക്കെ പൂട്ടുന്ന സംഭവമാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള എൻക്വയറിയാണ് വന്നിരിക്കുന്നത്. അത് ബോയിങ് കമ്പനി, ബ്രിട്ടീഷ് എയർവേസിന് അവരുടെ ആൾക്കാർ, ഇപ്പോൾ ബ്രിട്ടനിലുള്ള അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിലേഷനെല്ലാം ഉൾപ്പെടുത്തിയുള്ള അവർക്ക് ഇതൊക്കെ മോണിറ്റർ ചെയ്യാം. കാരണം ബ്രിട്ടീഷ് സിറ്റിസനാണ്, ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ ഏകദേശം 56 പേരോളം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഒരു അന്വേഷണം പോകുന്നത്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്, ഇതേപോലെയുള്ള സൂയിസൈഡ് ഈ ഏവിയേഷൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മലേഷ്യൻ എയർലൈൻസിൻ്റെ MH അത് അന്ന് പൈലറ്റ് അത് കൊണ്ടുപോയി. അപ്പോൾ അത് ഇന്ന് വരെ കണ്ടുകെട്ടിയിട്ടില്ല ഈ ഫ്ലൈറ്റ് അവിടെ പോയി എന്നുള്ളത്. അതേപോലെ ജർമ്മനിയിലുണ്ടായിട്ടുണ്ട്, ചൈനയിലുണ്ടായിട്ടുണ്ട്. ഇത് ഏകദേശം ഇത് ലോകത്ത് ആദ്യം നടക്കുന്ന ഇഷ്യൂ ഒന്നും അല്ല. അതായത് കൊണ്ടുപോയി ക്രാഷ് ചെയ്യൂ. അതായത് അവസാനം പറയുന്നത് ജസ്റ്റ് ഫ്ലൈറ്റ് ഓൺ ചെയ്ത് ടേക്ക് ഓഫ്, അതായത് എയർ ബോൺ ചെയ്തു, പിന്നീട് ഇത് പിടിച്ച് വലിച്ച് താഴത്ത് കട്ട് ഓഫ് ആക്കാനുള്ള പോസിബിലിറ്റിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും പറയുന്നു. ഇങ്ങനെയുള്ള ടോപ്പിക്സിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ 2 കൂട്ടർക്കും ആർക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലീൻ ചിറ്റ് ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് എയർബോൺ ചെയ്തു എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം അതിനകത്ത് കോ പൈലറ്റ് അവിടെ മെയിനായിട്ടുള്ള പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത്, കാരണം അയാളാണിത് എയർബോൺ ചെയ്യുന്നത്, നിങ്ങൾ ഇത് കട്ട് ഓഫ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറയുന്നുമുണ്ട്. ഇവിടുത്തെ ചോദ്യം 2 കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നയാൾ ആ സമയത്ത് ആ കൈ മാറ്റുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ആ സമയത്ത് ഇത് കട്ട് ഓഫും ചെയ്തോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇനി ഈ മറ്റേ പുള്ളിയുടെ ഈ പുള്ളിയുടെയൊക്കെ മെഡിക്കൽ ഹിസ്റ്ററിയെ പറ്റിയുള്ള ഡീപ്പായിട്ടുള്ള അന്വേഷണവും ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പല ഇദ്ദേഹത്തിൻ്റെ 2 പേരുടെ സുഹൃത്തുക്കളായ എയർ ഇന്ത്യ പൈലറ്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതായത് തറവായിട്ട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് തന്നെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ എൻക്വയറി മുന്നോട്ട് പോകുന്നത്.
അതായത് യഥാർത്ഥ സത്യം അറിഞ്ഞിരിക്കുന്നു. കാരണം പല ആൾക്കാർക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ക്രാഷിന് ശേഷം ലോകം മുഴുവനും കാരണം ഇത്രയും പേര് പെട്ടെന്ന് ഏവിയേഷൻ്റെ അകത്ത് പറക്കാൻ ആൾക്കാർക്ക് ഭയമായിട്ട് വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലും പെട്ടെന്നൊരു ചെറിയ ഡിക്ലൈൻ ചെയ്തു. കാരണം വലിയൊരു ട്രാൻസ്പോർട്ട് മോഡ് തന്നെയാണ് ഗ്ലോബലായിട്ട് ഏവിയേഷൻ എന്ന് പറയുന്നത്. ഈ ഡ്രീം ലൈനർ ആണെങ്കിൽ ഏകദേശം പുതിയ എയർക്രാഫ്റ്റ് ഒന്നും അല്ല. അതിന് ഏകദേശം 15 മുതൽ 16 വർഷത്തെയൊക്കെ അത് മാർക്കറ്റിൽ വന്ന ഏജ്ഡ് ആണ് എയർക്രാഫ്റ്റ്. ഏജിൻ്റെ പ്രായമെന്നല്ല, കാരണം വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് എയർക്രാഫ്റ്റ്. കാരണം ലോകത്ത് ഏകദേശം 1000-1200 ഫ്ലൈറ്റ് അവർ ഫ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ലോങ് ഹോൾ ഫ്ലൈറ്റ് ആണ് ഈ സംഭവം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലും യൂസ് ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഏകദേശം 30-അടുപ്പിച്ചോളം ഫ്ലൈറ്റുകൾ ഈ ഡ്രീം ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് നോക്കാം ഇതെന്താണ് ഫർദർ ഉണ്ടാകുന്നത്. കാരണം ഇതേപോലെയൊക്കെ എയർ ക്രാഷ് ഉണ്ടാകുന്നത് അത് ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഗ്ലോബൽ ഇഷ്യൂ തന്നെയാണ്. അതൊരു അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ഫർദർ എന്താണ് ഇൻവെസ്റ്റിഗേഷനിൽ വരാൻ പോകുന്നത് എന്നതായിരിക്കും ലോകം ഏറ്റവും നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ.